ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും ഈദ് മുബാറക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ ഈദിൻ്റെ കുറച്ച് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു റെസിപ്പി കൂടിയുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ എല്ലാവരും കാണണം കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ റെസിപ്പി കാട കിഴിയാണ്, അല്ലെങ്കിൽ കാട പൊള്ളിച്ചതാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ചേരുവകൾ ആവശ്യമുള്ളതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 കാട എടുത്തിട്ടുണ്ട്. അത് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കാരണം ഇത് ഫ്രോസൺ കാടയാണ് കേട്ടോ, ഫ്രഷ് അല്ല. വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്ത ശേഷം നമ്മളിതുപോലെ ചെറിയ ഹോൾസ് ആക്കി കൊടുക്കണം. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസ് ആക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഇതുപോലെ ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പീസ്, അതുപോലെ അല്പം ഉപ്പും പിന്നെ വിനാഗിരിയും വേണം 1 ടേബിൾ സ്പൂൺ കേട്ടോ.
അപ്പോൾ ഇതാണ് ചിക്കൻ മാഗി സ്റ്റോക്ക് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ചിക്കൻ സ്റ്റോക്കാണ്. അപ്പം അതിൽ തന്നെ ഉപ്പുണ്ടാവും. അതുപോലെ നമ്മളിപ്പോൾ അല്പം ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഉപ്പൊന്നും ആവണ്ട. നമ്മുടെ മസാലയിലേക്കും നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കാടയിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണം, എന്നാലേ ഓരോ പീസിലും നല്ല ആ ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് നന്നായിട്ട് കാടൻ്റെ അകത്തും പുറത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഇത് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കാം. ഞാനിപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 90% അല്ലെങ്കിൽ 80% ആ കാട വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വേവിക്കേണ്ട കേട്ടോ, കാരണം നമ്മൾ വീണ്ടും ഇത് പൊള്ളിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു പാന് ചൂടാക്കിയിട്ട് നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2-3 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ ചേർക്കുന്നത്, സവാള ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഇതുപോലെ പൊള്ളിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയ ഉള്ളി ഞാൻ ചേർത്തിട്ടുണ്ട് ആ ഒരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി, എന്നിട്ടാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. പിന്നെ അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കാട ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പുളിക്കായിട്ട് കുറച്ച് തൈരും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ തൈര് ചേർത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത് കേട്ടോ. തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയുടെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. തക്കാളിയും തൈരും കൂടി ഒരുപാടൊന്നും ആവണ്ട. ഇത്രയും മസാലയ്ക്ക് ഇത്രയും തക്കാളിയും തൈരും മതി. ഒരുപാട് പുളിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല അധികം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി വീണ്ടും ചേർക്കുന്നുണ്ട്. ഈ മുളക് പൊടി ചേർത്ത ശേഷം കുറച്ച് നേരം ഒന്ന് നമ്മൾ ചെറുതായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം, എന്നാലേ ആ ഒരു കളർ നന്നായിട്ട് വരുള്ളൂ ആ ഒരു ഗ്രേവിക്ക്. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ, ഒരുപാട് ആവണ്ട. പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഒരു 2 ടീസ്പൂണൊക്കെ മതി, ഒരുപാടൊന്നും ആവണ്ട. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക, എന്നാലേ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്കൊരു ഗ്രേവി കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കാട ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 80% റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കുക്ക് ആവണ്ട കേട്ടോ, കാരണം നമ്മൾ പൊള്ളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിൽ അല്പം വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഗ്രേവി നമുക്ക് ഈ ഒരു റോസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് അവിടെ കിടന്ന് ഒന്ന് അല്പം നേരം ഒന്ന് വറ്റി വരണം കേട്ടോ. വറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ട് മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യണം, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല റെഡിയാക്കി കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കിഴിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ വാഴയിലാണ് എടുത്തിട്ടുള്ളത്. വാഴയില ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം, എന്നാലേ നമുക്ക് ആ കിഴിയുടെ ഷേപ്പിലാക്കുമ്പോൾ പൊട്ടാതിരിക്കുകയുള്ളൂ. എന്നിട്ട് വാഴയിലയുടെ അകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾക്ക് ഒരു കുറച്ച് എടുക്കുന്നുണ്ട്, കുറച്ച് മസാല എടുത്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഒരു കിഴിയേ ഉണ്ടാക്കുന്നുള്ളൂ. ആ ഒരു കിഴിയിൽ ഒരു 3 കാട വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ റോസ്റ്റ് പോലെ ആക്കിയെടുക്കുകയാണ്, കാരണം എല്ലാവർക്കും ഇപ്പം വാഴയില കിട്ടണമെന്നില്ല. അപ്പോൾ മസാലയുടെ മുകളിലായിട്ട് നമുക്കൊരു 3 കാട കുക്ക് ചെയ്തത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വാഴയില പതുക്കെ ഒന്ന് കിഴിയുടെ ഷേപ്പിലാക്കിയെടുക്കും വേണം. അതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടെ മസാല അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യണം കേട്ടോ. താഴെയും മുകളിലും കുറച്ച് മസാല വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇത് കിഴിയുടെ ഷേപ്പിലൊന്ന് കെട്ടി വെക്കണം. അപ്പം ഇത് കെട്ടി വെക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ നാര് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ.
പിന്നെ ഒരു വാഴയിലയും കൂടി വെച്ചിട്ട് ഇത് കെട്ടിയെടുക്കാം. കാരണം നമ്മളിത് വീണ്ടും ഇത് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് ആവി കൊള്ളിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കിഴി ചുട്ടെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 വാഴയിലയിലാണ് ഞാനിപ്പോൾ ഇത് ഈ കിഴിയുടെ ഷേപ്പിൽ ആക്കിയെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. ഈ പുറത്തേക്ക് വരുന്നിട്ടുള്ള ഈ ഭാഗം, ആ പീസ് വാഴയില നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഈ താഴേക്ക് ഇറങ്ങി കിടക്കുന്ന ഒരു പാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് അല്പം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ കിഴി അതിലേക്ക് ഇറക്കി വെക്കണം. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക. ചെറിയ ഫ്ലെയിമിൽ, വളരെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുക. എന്തായാലും അതിലെ ആ ഒരു മസാലയുടെ എണ്ണയൊക്കെ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും ചെയ്യുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പൊള്ളിച്ചെടുക്കുക. അപ്പോൾ ഇനി അഥവാ നിങ്ങളടുത്ത് വാഴയില ഇല്ല എന്നാണെങ്കിൽ ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കിയുള്ള മസാലയും പിന്നെ ആ കാടയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം ഒരു ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ വാഴയിലയും കൂടി ആകുമ്പം വേറൊരു ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ ഒരുപാട് ഈ ഇതുപോലെ കിഴി റെഡിയാക്കുകയാണെങ്കിൽ വലിയൊരു ഫ്രൈങ് പാൻ എടുക്കുക കേട്ടോ. ഇതുപോലത്തെ പാത്രത്തിന് പകരം ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമല്ല തയ്യാറാക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാട റോസ്റ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലും ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കിഴിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാട പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ആ വാഴയിലയുടെ കളറൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കാട പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ഡിഷാണ്. ബിരിയാണിയുടെ കൂടെ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈദിൻ്റെ വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചിരുന്നു ചെയ്യാൻ, പക്ഷേ വീട്ടിൽ വിരുന്നുകാരുണ്ടായതുകൊണ്ട് എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും കഴിഞ്ഞില്ല. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ വീഡിയോയുടെ ഫസ്റ്റ് ഈദിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.